ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ജംഗു യുൻസുന്റെ വീട്ടിലേക്ക് വരും. ലൈറ്റ് ഒക്കെ കിടക്കുന്ന കാണുമ്പോൾ വിളിച്ചു നോക്കും. എവിടെയാണ്, എന്തെടുക്കുകയാണെന്ന് ചോദിക്കും. ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്നാണ് അവൾ പറയുന്നത്. ജെൻസന്റെ കൂടെ അല്ലല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് അവൻ തിരിച്ചു പോകുന്നത്. അവള് പറഞ്ഞ ഫ്രണ്ട് ജെൻസൺ ആണെന്ന് ജംഗുവിന് അറിയത്തില്ലല്ലോ. ഞാൻ അമ്മയെ വെയിറ്റ് ചെയ്തായിരുന്നു എന്ന് ജെൻസന്റെ അടുത്ത് യുൻസു പറയും. ഇയാളുടെ അമ്മയായിട്ട് നല്ലൊരു റിലേഷൻ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇയാളെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ അമ്മയെ കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ റിലേഷനെ പറ്റി ഞാൻ ചിന്തിക്കത്ത് പോലും ഇല്ലായിരുന്നു എന്ന് അവൾ സത്യസന്ധമായിട്ട് പറയും. എനിക്ക് അമ്മയായിട്ടും അച്ഛനുമായിട്ടും അത്ര നല്ല റിലേഷൻ അല്ല എന്ന് ജെൻസൺ അവളോട് തുറന്നു പറയും. യുൻസു അവിടുന്ന് പോകാനായിട്ട് ഇറങ്ങും. അന്നേരമാണ് ജംഗു അവിടേക്ക് വരുന്നത്. യുൻസുവും ജെൻസണും കൂടി ഒന്നിച്ചു പോകുന്നത് ജംഗു കാണും. ഡ്രാമ കൂടുതൽ റിലേറ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഷെഫ്സിനെ എല്ലാം ഇന്റർവ്യൂ ചെയ്യാൻ യുൻസു തീരുമാനിക്കും. അതാകുമ്പോൾ അവരുടെ അനുഭവങ്ങൾ കൂടി ചേർക്കാമല്ലോ. അങ്ങനെയൊക്കെയൊന്നും അവളും കൂടി ഫുഡ് സൂപ്പിലേക്ക് ചെല്ലും. അതൊക്കെ ഓരോരുത്തരെയായിട്ട് ഇന്റർവ്യൂ ചെയ്യും. അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചും മനസ്സിലാക്കും. ജെൻസന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജംഗു യുൻസുനെ വിളിക്കും. ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസിനെ അവളുടെ സ്ക്രിപ്റ്റ് കാണിച്ചിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റ് ആക്ട്രസിന് ഇഷ്ടപ്പെട്ടു. യുൻസുവിന് ഏറ്റവും ഇഷ്ടമുള്ള നടിയാണത്. അവർക്ക് സമയമില്ല, പക്ഷെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് യുൻസുവിനെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ജംഗു പറയും. നമുക്ക് നമ്മളുടെ റിലേഷൻഷിപ്പ് ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. ആദ്യം നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ തിരിച്ചു പോകണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഞാൻ വിളിക്കുമ്പോഴെല്ലാം എക്സ്ക്യൂസസ് ഒന്നും പറയാതെ എന്നെ മീറ്റ് ചെയ്യണമെന്ന് ജംഗു പറയുമ്പോൾ യുൻസു സമ്മതിക്കും. ജംഗു ജെൻസനെ കാണാനായിട്ട് വരും. ഞാൻ അന്ന് പറഞ്ഞ പെൺകുട്ടിയില്ലേ പാരീസിൽ വെച്ചിട്ട്, ആ പെൺകുട്ടിയെ ഞാൻ വീണ്ടും കണ്ടുമുട്ടി. ഞങ്ങളിപ്പോൾ ഡേറ്റ് ചെയ്യുകയാണ്. ആ കുട്ടിയെ ഞാൻ താമസിക്കാതെ പരിചയപ്പെടുത്തി തരാമെന്ന് ജംഗുവിൻ്റെ അടുത്ത് അവൻ പറയും. ആരാണതെന്ന് അറിയാമെന്നുള്ള കാര്യം ജംഗു റിവീൽ ചെയ്യത്തില്ല. അടുത്ത ആഴ്ച ഞാൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടിയും കൂട്ടി വരണം. അപ്പോൾ നമുക്ക് പരസ്പരം പരിചയപ്പെടാലോ എന്നാണ് ജംഗു അവൻ്റെ അടുത്ത് പറയുന്നത്. എല്ലാവർക്കും പരസ്പരം മീറ്റ് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ജെൻസന് സന്തോഷമാണ്. അലർജി ഇൻസിഡന്റിന്റെ കാര്യം എല്ലായിടത്തും ന്യൂസ് വരും. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആണ് അതിന് വരുന്നത്. അവിടുത്തെ ഫുഡ് എക്സ്പെൻസീവ് ആണ്, ക്വാണ്ടിറ്റി കുറവാണ്, അവിടുത്തെ ഷെഫ്സ് ഒക്കെ ഹാൻസം ആണ്, അവർക്ക് അവരുടെ ലുക്സ് വെച്ചിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഇതായിരുന്നു ജെൻസൺ ഏറ്റവും പേടി ഉണ്ടായിരുന്ന കാര്യം. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. ജംഗു ഡ്രാമ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത് പിന്നെ അപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ലാതെ തോന്നുമ്പോൾ ഹോങ്ങ അവന്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അവൾ ആകെ എക്സൈറ്റഡ് ആണ്. ഡ്രാമയുടെ കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു എന്നാണ് കാണുമ്പോൾ തന്നെ ജംഗുവിന്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ ഇയാളുടെ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ആക്ടേഴ്സിനെ തന്നെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. നല്ല ഡയറക്ടറിനെയും ഇയാൾക്ക് കിട്ടും. ഒരാൾ എന്റെ മനസ്സിലുണ്ടെന്ന് ജംഗു പറയും, പക്ഷെ ആരാണെന്ന് പറയത്തില്ല. ആരെയൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചേക്കുന്നത് അതെനിക്കും അറിയണം. എന്റെ ഡ്രാമയുടെ ടൈം സ്ലോട്ട് ഏതാണെന്നൊക്കെ ഹോങ്ങ ജംഗുവിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊന്നും ഇയാൾ അന്വേഷിക്കേണ്ട, സ്ക്രിപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് അവൻ മറുപടി കൊടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് റൈറ്റർ ആവാൻ പോവുകയാണ്, എന്റെ സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമായിട്ട് ഹോങ്ങ ക്യുങ്ങിനെയും യുൻസുനെയും കാണാനായിട്ട് വരും. കുറെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. ക്യുങ്ങിന് വേണ്ടിയിട്ട് അവൾ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ക്യുങ് അത് കാണുമ്പോൾ അതിൽ വീഴും, പക്ഷെ യുൻസു ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകും. അപ്പോൾ ഹോങ്ങ അവളുടെ പുറകെ ചെല്ലും. എന്റെ അടുത്തുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ? ജെൻസിനെ ഇഷ്ടമല്ലെന്നല്ലേ എന്നോട് ആദ്യം പറഞ്ഞത്. പിന്നെ ജംഗു പ്രപ്പോസ് ചെയ്തെന്നും പറഞ്ഞു. കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഹോങ്ങ പറയും. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് താല്പര്യമില്ല എന്ന് യുൻസു പറയുമ്പോൾ പിന്നെ എന്തിനാണ് എന്നോട് മിണ്ടാതിരിക്കുന്നത്? ഇയാളുടെ സ്റ്റുഡിയോ ഞാൻ ഉപയോഗിക്കുന്നില്ല, ആ ഡ്രാമയുടെ ബാക്കിയും ഞാൻ എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇതെല്ലാം ഇയാളെ വിചാരിച്ച് മാത്രമാണ്, നമ്മളുടെ ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പ് ചിന്തിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഇനിയെങ്കിലും എന്നോട് ക്ഷമിച്ചുകൂടെ എന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്ക് അത്ര പെട്ടെന്ന് എല്ലാം മറക്കാനായിട്ട് പറ്റത്തില്ല, കുറച്ച് സമയം തരണം എന്ന് യുൻസു അവളോട് പറയും. അവൾക്ക് ഇഷ്ടമുള്ള ആക്ട്രസ് മീറ്റ് ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ജെൻസനെ കാണാനായിട്ട് യുൻസു വരും. അവൾ ടാലന്റഡ് ആണ്, തീർച്ചയായിട്ടും ഏതൊരാൾക്കും അവളുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അത് മനസ്സിലാവുമെന്ന് ജെൻസൺ അവളെ ആശ്വസിപ്പിക്കും. അവളുടെ ആദ്യത്തെ ഡ്രാമ അവൻ കണ്ടിട്ടുണ്ടായിരുന്നെന്നും പറയും. അന്നേരമാണ് യുൻസു അത് അറിയുന്നത്. ജംഗു യുൻസുവിന്റെ സ്ക്രിപ്റ്റ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. അതിന്റെ ടൈറ്റിൽ കാണുമ്പോൾ ജെൻസനായിട്ട് അതെങ്ങനെ കണക്റ്റഡ് ആണെന്ന് ഇപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട്. അവൻ അന്നേരം തന്നെ യുൻസുവിനെ വിളിക്കും. രാത്രിയായിട്ടും എപ്പോൾ വിളിച്ചാലും ചെല്ലാമെന്ന് സമ്മതിച്ചത് കൊണ്ട് യുൻസു അവിടേക്ക് ചെല്ലും. ചെല്ലുന്നുണ്ടെ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കുകയാണ്. എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്താണ് പ്രശ്നം എന്നോട് ഷെയർ ചെയ്യണം, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എനിക്കിത് കേൾക്കാനായിട്ട് പറ്റുമെന്ന് യുൻസു അവനോട് പറയുന്നുണ്ട്. ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ അത് വിയേർഡായിട്ട് ഇയാൾക്ക് തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു ഉത്തരം പറയാനായിട്ട് പറ്റത്തില്ല. ഞാൻ ചെറുതായിരുന്നപ്പോൾ സ്നേഹം എന്ന് പറയുന്ന വിശ്വാസമാണെന്നാണ് വിചാരിച്ചിരുന്നത്. വലുതായി കഴിഞ്ഞപ്പോൾ അത് രണ്ടും രണ്ട് വാക്കാണെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റി. നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഒരാളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് യുൻസു പറയും. അങ്ങനെയല്ല, ഒരാളെ കല്യാണം കഴിക്കണമെങ്കിൽ വിശ്വാസം മാത്രം പോരാ, സ്നേഹവും വേണമെന്ന് ജംഗു അവളോട് പറയുമ്പോൾ
ഇയാള് നല്ലൊരാളാണ്, എനിക്ക് എന്നും ഇയാളോട് നന്ദി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നല്ലൊരു പെൺകുട്ടിയെ അയാൾ മീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് യുൻസു ജംഗുവിന്റെ അടുത്ത് പറയും. ജംഗ്സന്റെ അമ്മ അവനെ കാണാനായിട്ട് വരും. അവനാണെങ്കിൽ വലുതായിട്ട് സംസാരിക്കാനൊന്നും നിൽക്കാതെ അവിടുന്ന് പോകുമ്പോൾ അമ്മ യുൻസുവിനെ വിളിക്കും. ഞാനിന്ന് ഗുഡ്സൂപ്പിലേക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അവളും ചെല്ലുന്നുണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയും. ഡാനിയലും അമ്മയുടെ കൂടെ വന്നിട്ടുണ്ടാവും. യുൻസുവിനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് അമ്മ ജംഗ്സന്റെ അടുത്ത് പറയുമ്പോൾ ആ കാര്യം ഞാൻ ആലോചിച്ച് തീരുമാനിച്ചോളാം എന്ന് പറയും. എന്തിനാണ് അവനെ കല്യാണത്തിന് നിർബന്ധിക്കുന്നത്, അവന് തോന്നുമ്പോൾ കല്യാണം കഴിക്കട്ടെ എന്ന് ഡാനിയൽ പറയുമ്പോൾ അമ്മ ദേഷ്യപ്പെടും. ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല, യുൻസു അവനെക്കാട്ടിലും മൂത്ത കുട്ടിയാണ്, ആ കുട്ടിക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടാവും, അതുകൊണ്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് എന്നുള്ള രീതിക്ക് അമ്മ സംസാരിക്കും. അമ്മയുടെ കാര്യം കൂടിയാണ് അമ്മ പറയുന്നതെന്ന് ഡാനിയലിന് മനസ്സിലാവും. അതിന്റെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് തുടങ്ങുമ്പോഴത്തേക്കിനും ജംഗ്സൺ അവിടുന്ന് പോകും. എന്നിട്ട് യുൻസുവിനെ വിളിക്കും. അമ്മ വിളിച്ച് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ മീറ്റ് ചെയ്യേണ്ടെന്ന് പറയും. അങ്ങനെയല്ല, എനിക്ക് അമ്മയെ മീറ്റ് ചെയ്യണം, അമ്മയെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കണം എന്ന് എനിക്കുണ്ട്, അങ്ങനെ ആകുമ്പോൾ ഇയാളെയും എനിക്ക് കുറെ കൂടി മനസ്സിലാക്കാൻ പറ്റും എന്നാണ് യുൻസു പറയുന്നത്. അവനത് സമ്മതിക്കും. ക്യുങ് മിൻഹോയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ സൂചങ്ങനെ ഒരാളുടെ അടുത്ത് ക്രഷ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഇവ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് അവൻ ക്യുങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഹോങ്ങ അവിടേക്ക് അന്നേരം വരും. എന്റെ ഡ്രാമ യുൻസുവിന്റെ ഡ്രാമയെക്കാട്ടിലും മുമ്പേ ചിലപ്പോൾ ടെലികാസ്റ്റ് ചെയ്യും, ഞാൻ ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള സന്തോഷം അവള് പൂജൂണുമായിട്ട് ഷെയർ ചെയ്യും. ഇയാളെ പെട്ടെന്ന് തന്നെ സക്സസ്ഫുൾ ആവട്ടെ, എന്നിട്ട് കോളേജിലായിരുന്നപ്പോൾ എങ്ങനെയാണോ ആ ഹോങ്ങയായിട്ട് തിരിച്ചു മാറണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പൂജൂൺ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ ഇയാളുടെ അടുത്തേക്ക് വരത്തില്ല എന്ന് അവൾ പറയും. ഞാൻ കാണണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളായിരിക്കും അത് റിഗ്രറ്റ് ചെയ്യാന്ന് നേരം പൂജൂൺ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ സൂജൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അന്നേരമാണ് ക്യുങ് അവിടേക്ക് വരുന്നത്. എന്താ ഇവിടെ നിന്ന് ഹോങ്ങ ചോദിക്കുമ്പോൾ ഇതുപോലെ റിസർച്ചിന് വന്നതാണെന്ന് പറയും. നിങ്ങൾ ആ സ്റ്റേജിൽ ആയിട്ടുള്ളെങ്കിൽ എന്റെ ഡ്രാമ ആയിരിക്കും ആദ്യം ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് ഹോങ്ങ പറയും. ഇത് യുൻസു പണ്ട് എഴുതിയ ഡ്രാമയാണ്, അതിൽ കുറച്ച് മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി, ഓൾറെഡി അതിന്റെ കുറച്ച് എപ്പിസോഡ്സ് യുൻസു എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്ന് ക്യുങ് അന്നേരം ഹോങ്ങ എടുത്ത് പറയും. ജംഗ്സനെ പറ്റി മാഗസീനിൽ വന്ന ആർട്ടിക്കിൾ അമ്മ കാണിക്കുന്നതാണ് യുൻസു കാണുന്നത്. ഇയാൾക്ക് എന്റെ കൂടെ ഷോപ്പിങ്ങിന് വരാൻ താല്പര്യമുണ്ടോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ എന്തിനാണെന്ന് അവൾ ചോദിക്കും. നമ്മൾ രണ്ടുപേരും നമ്മളെക്കാട്ടിലെ ഇളയ ആളുകളെയാണ് ഡേറ്റ് ചെയ്യുന്നത്, നമുക്ക് പല കാര്യങ്ങളും കോമൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഇയാളുമായിട്ട് അടുക്കണമെന്നുണ്ട്, അതാവുമ്പോൾ ഒന്നിച്ച് നമുക്ക് ഡബിൾ ഡേറ്റ്സിനൊക്കെ പോകാം, അങ്ങനെ ആകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരസ്പരം അറിയാനും പറ്റും, ഇയാള് എന്റെ മോനെയല്ലേ ഡേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടുകൂടിയാണ് എന്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം ജംഗ്സൺ ആണ്, രണ്ടാമത്തെ കാര്യം എന്റെ ഡിവോഴ്സ് ആണ്. പക്ഷെ അത് കാരണം ജംഗ്സൺ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവന്റെ ചൈൽഡ്ഹുഡിൽ, നല്ലൊരു ബാല്യകാലം അവനില്ലായിരുന്നു എന്ന് അമ്മ യുൻസുവിന്റെ അടുത്ത് ഷെയർ ചെയ്യും. യുൻസുവിന് സമയമില്ലാത്തത് കൊണ്ട് അന്ന് ഷോപ്പിങ്ങിന് ഒന്നിച്ച് പോകാൻ പറ്റത്തില്ലെന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും റിലാക്സ്ഡ് ആയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇയർലി ചെക്കപ്പിന് വേണ്ടിയിട്ട് യുൻസുവിന്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അമ്മയ്ക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ട്, അതും കൂടി കാണിക്കണമെന്ന് അച്ഛൻ പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ലാന്ന് അമ്മ ആദ്യം പറയും. പക്ഷെ അച്ഛൻ വീണ്ടും നിർബന്ധിക്കുമ്പോൾ സ്കാൻ ചെയ്യാമെന്ന് അമ്മ സമ്മതിക്കും. ജംഗ്മുന്റെ പ്രപ്പോസലിന് വേണ്ടിയിട്ട് കേക്ക് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജംഗ്സൺ, അവനത് വരച്ചാണ് ചെയ്യുന്നത്. അന്നേരം യുൻസു അവിടേക്ക് വരും. ഇവിടെ ഒരു പ്രപ്പോസൽ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ഞാൻ അതിന് വേണ്ടിയിട്ട് കേക്ക് ഡിസൈൻ ചെയ്യുകയാണെന്നൊക്കെ അവൻ യുൻസുവിന് പറഞ്ഞു കൊടുക്കും. അവർ രണ്ടും കൂടി സംസാരിക്കുമ്പോൾ അവിടെ വൂജൂൺ നിൽക്കുന്ന കാര്യം അവർ ശ്രദ്ധിക്കുന്നതേ ഇല്ല. ഞാൻ ഉറങ്ങാനായിട്ട് വന്നതാണ്, അതിനു മുമ്പ് എന്തെങ്കിലും കഴിക്കണം, എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞിട്ട് ജൂഹ യുൻസുവിന്റെ വീട്ടിലേക്ക് വരും. ഇത് ഇയാളുടെ വീടല്ലല്ലോ, എന്തിനാ എപ്പോഴും എപ്പോഴും വരുന്നതെന്ന് ചോദിച്ചിട്ട് ക്യുങ് ബഹളം വെക്കും. യുൻസു എന്തെങ്കിലും ചോദിക്കുമ്പോൾ റസംബ്ലിലാണെന്ന് പറയും. അതെന്താ ജംഗ്സനെ ഡേറ്റ് ചെയ്യാണോ എന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് ക്യുങ് പറയുന്നുണ്ട്. അപ്പോൾ ജംഗുവിന്റെ കാര്യമെന്ന് ഇവൻ ചോദിക്കും. അന്നേരമാണ് ജംഗുവിന് യുൻസുവിനെ ഇഷ്ടമാണെന്ന് ക്യുങ്ങിന് മനസ്സിലാകുന്നത്. അലർജി ഇൻസിഡന്റിന് ശേഷം കസ്റ്റമേഴ്സ് കുറഞ്ഞതിനെ പറ്റി ജംഗു ജംഗ്സന്റെ അടുത്ത് ചോദിക്കും. ചെറുതായിട്ട് പേടിയുണ്ട്, തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയതുപോലെ തോന്നുന്നു എന്ന് ജംഗ്സൺ അവനോട് പറയും. എപ്പോഴെങ്കിലും നമ്മൾ തമ്മിലുള്ള റിലേഷന് ഒരു പ്രശ്നം വരുവാണെങ്കിൽ പിന്നീട് എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുകയാണെന്ന് ജംഗു പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, കാരണം ജംഗു അങ്ങനെ ഒരാളല്ല എന്നാണ് ജംഗ്സൺ പറയുന്നത്. കുറച്ചു സമയം ആലോചിച്ചതിന് ശേഷം അതെന്തായാലും ഇതിന്റെ അവസാനം എന്താണെന്ന് എനിക്കറിയണമെന്ന് ജംഗു പറയും. അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ജംഗ്സൺ ചോദിക്കുന്നുണ്ടെങ്കിലും ജംഗു അതിന് മറുപടി പറയത്തില്ല. ഹോങ്ങ ജംഗുവിനെ കാണാനായിട്ട് വരും. ഇയാളുടെ സ്ക്രിപ്റ്റ് മുഴുവനായിട്ട് ഞാൻ വായിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ആക്ടേഴ്സിനെ തന്നെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം, എന്റെ മനസ്സിൽ നല്ലൊരു ഡയറക്ടറും ഉണ്ടെന്ന് ജംഗു അവളുടെ അടുത്ത് പറയും. യുൻസുവിന്റെ ഡ്രാമ കാരണം എന്റെ ഡ്രാമ പുറകിലായി പോകരുത്, യുൻസുവിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കരുതെന്ന് ഹോങ്ങ അവനോട് പറയും. അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പം
യുൻസുവിന്റെ ഡ്രാമ എവിടം വരെ ആയി എന്ന് ഹോങ്ങ ചോദിക്കുമ്പോൾ അത് അവർ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ജംഗു അവളുടെ അടുത്ത് പറയും. യുൻസുവും ജങ്സണും തമ്മിൽ ഇഷ്ടത്തിലാണ്. ജംഗു എങ്ങനെയൊക്കെ നോക്കിയാലും അവരുടെ ഇടയ്ക്ക് ചെല്ലാനായിട്ട് പറ്റത്തില്ല. ഇയാളെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനിത് നേരത്തെ പറയുന്നതാണ്. എനിക്ക് ആ അവസ്ഥ വന്നിട്ടുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കുവാണെങ്കിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത്ര വേദന ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. പോകുന്ന വഴിക്ക് ഡയറക്ടർ മിൻ അവിടേക്ക് ചെല്ലുന്നത് കാണും. എന്താണ് ഇവിടെ നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഡയറക്ടർ മിൻ അതിന് മറുപടി പറയത്തില്ല. ഡയറക്ടർ മിന്നിന്റെ കോൺട്രാക്ട് അവസാനിക്കാനായിട്ട് പോവുകയാണ്. അയാൾ എന്തായാലും ആ കമ്പനിയിൽ നിൽക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഈ കമ്പനിയിലേക്ക് അയാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ജംഗു അയാളെ വിളിപ്പിക്കുന്നത്. എന്നെ ഇഷ്ടമല്ല എന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് ഡയറക്ടർ മിൻ പറയുമ്പോൾ ടാലന്റ് ഉള്ളവരെ ഞാൻ എപ്പോഴും അംഗീകരിക്കാറുണ്ടെന്നാണ് ജംഗു മറുപടി പറയുന്നത്. അത് ഡയറക്ടർ മിന്നിന് ഇഷ്ടപ്പെടും. കണ്ടീഷൻസ് ഒക്കെ നല്ലതാണെങ്കിൽ സൈൻ ചെയ്യാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് അയാൾ പറയും. ജംഗുവിന്റെ പ്രപ്പോസൽ ഡേ അന്നാണ്. അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജങ്സൺ. അവൻ യുൻസുനെ വിളിച്ചിട്ട് ഡിന്നറിന് വരണം എന്ന് പറയും. അവൾ സമ്മതിക്കും. പക്ഷേ അന്നേരമാണ് ജംഗു അവളെ വിളിച്ചിട്ട് ഡിന്നറിന് വരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വീണ്ടും ജങ്സനെ വിളിച്ചിട്ട് ക്യാൻസൽ ചെയ്യും. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ അവർ വരുന്നത് ഗുഡ് സൂപ്പിലേക്കാണ്. അവിടേക്കാണ് വന്നതെന്ന് കാണുമ്പോൾ യുൻസുവിന് സന്തോഷമാണ്. അവളുടെ സന്തോഷത്തിന്റെ കാരണം ജംഗുവിന് അറിയാം. മേളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സ്പെഷ്യലായിട്ട് എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് യുൻസുവിന് മനസ്സിലാവുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനാണ് ജംഗു പറയുന്നത്. സൂജൻ ചെന്നിട്ട് അവർ വന്നിട്ടുണ്ടെന്ന് ജങ്സന്റെ അടുത്ത് പറയും. അവൻ എക്സൈറ്റഡ് ആയിട്ട് ജംഗുവിന്റെ പെൺകുട്ടിയെ കാണാൻ അങ്ങോട്ടേക്ക് വരും. തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ആദ്യം അവനത് യുൻസു ആണെന്ന് മനസ്സിലാകുന്നില്ല. ജംഗു കൈ കാണിക്കുമ്പോൾ യുൻസു തിരിഞ്ഞു നോക്കും. അന്നേരമാണ് അത് യുൻസു ആണെന്ന് ജങ്സൺ കാണുന്നത്. ജങ്സനെ കണ്ട സന്തോഷത്തിൽ യുൻസു ചിരിക്കുന്നുണ്ടെങ്കിലും ജങ്സൺ ഷോക്ക്ഡായിട്ട് നിൽക്കുകയാണ്. ജംഗു പറഞ്ഞ പല കാര്യങ്ങളും അവൻ ഓർക്കും. ജംഗു എന്താണ് ഉദ്ദേശിച്ചതെന്ന് അന്നേരമാണ് അവന് മനസ്സിലാകുന്നത്. ഞാൻ നിങ്ങളെ പരസ്പരം പരിചയപ്പെടുത്തി തരാം. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൺകുട്ടിയാണ്. ഇത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ജംഗു അവരെ പരസ്പരം പരിചയപ്പെടുത്തും. ജങ്സൺ ആ ഷോക്കിൽ തന്നെ നിൽക്കുകയാണ്.